ശലഭം പാർട്ട് 31. കയറി വന്ന പെണ്ണിന് അതറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് തലയും താഴ്ത്തി ഇരിക്കുന്നുണ്ടല്ലോ ഒരുത്തി. ചെറിയമ്മ പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി. കേൾക്കുന്നവർക്കും കൂടെ തോന്നണ്ടേ നിങ്ങൾ മര്യാദ പറഞ്ഞു കൊടുക്കുകയാണെന്ന്? ഭക്ഷണം കഴിക്കുന്നിടത്തും ഒരു സ്വൈര്യം തരില്ല. പിന്നെ ഇവളെ ഇവിടേക്ക് കെട്ടിക്കൊണ്ടുവന്നത് നിങ്ങൾക്കാർക്കും പന്ത് തട്ടാനല്ല. അങ്ങനെ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ അതിപ്പോ തന്നെ മാറ്റിവെച്ചോ. ഇല്ലെങ്കിൽ ശ്രീകാന്തിന്റെ സ്വഭാവം നിങ്ങളെല്ലാം അറിയൂ. മേശമേൽ കൈയടിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ഞെട്ടിക്കൊണ്ട് നിൽപ്പാണ്. നീലി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി നിൽക്കുന്നത് കണ്ടതും, നോക്കി നിൽക്കാതെ കഴിക്കുന്നുണ്ടോ നീ? ദേഷ്യത്തിൽ ശ്രീകാന്ത് നീലിയോടായി പറഞ്ഞതും നീലി പേടിയിൽ പെട്ടെന്ന് ഭക്ഷണം വായിലേക്ക് കുത്തിത്തിരുകി. അത് കണ്ട് ശ്രീകാന്തിന് ചിരി വന്നുവെങ്കിലും അവനത് അവളെ കാണിച്ചില്ല. പക്ഷേ ഇവരുടെ ഭാവം കണ്ട് കുട്ടനും സഞ്ജു പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അമ്മായിമാർ ദേഷ്യത്തോടെ അവിടെ നിന്നും കടന്നുപോയി. ശ്രീയുടെ അമ്മ സന്തോഷത്തോടെ അവരുടെ മോനെ ഒന്ന് നോക്കി നിന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നീലി മുറിയിലേക്ക് പോകാൻ നിന്നതും ശ്രീയുടെ അമ്മ അവൾക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് നൽകി. ഇത് കൊണ്ടുപോയിക്കോ മോളെ. അതിന് മറുപടിയായി അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് വരുമ്പോൾ ശ്രീകാന്ത് മുഖത്ത് കൈവച്ച് കിടപ്പായിരുന്നു. അത് കണ്ട് മേശമേൽ പാൽ ഗ്ലാസ് വെച്ച് വാതിലടച്ചു. അതിന്റെ ശബ്ദം കേട്ട് അവൻ എണീറ്റിരുന്നു. അവൾ ഒന്ന് മടിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നതും അവൻ പെട്ടെന്ന് എണീറ്റ് പോകാൻ നിന്നതും നീലി അവന്റെ കയ്യിൽ പിടിച്ചു. അതറിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി. അവളുടെ മീകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവന്റെ കൈ വിട്ടുകൊണ്ട് കൈ കൊണ്ട് ആംഗ്യം കാണിക്കാൻ തുടങ്ങി. ഇനിയും എന്തിനാ എന്നോട് ഈ അവഗണന? എനിക്കിതൊന്നും സഹിക്കാനാവുന്നില്ല. എന്റെ സ്നേഹം കണ്ടിട്ടും നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുവാണോ? അവൻ ഒന്നും മിണ്ടാതെ എങ്ങോ നോക്കി നിന്നു. അവൻ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച് അവൾ അവനെ നോക്കി നിന്നു. അവന്റെ മീകൾ നിറയുന്നു എന്നല്ലാതെ ഒന്നും അവൻ മിണ്ടിയില്ല. അവൾ അവന്റെ അടുത്തേക്ക് പോയി. അവന്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കുന്നത് കണ്ടതും അവൻ തിരിഞ്ഞു നിന്നു. അത് കണ്ടതും നീലി പെട്ടെന്ന് അവനെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു. അതറിഞ്ഞതും അവന്റെ നെഞ്ച് പിടയുമായിരുന്നു. അവന്റെ പുറത്ത് നനവ് അനുഭവപ്പെട്ടതും അവന് മനസ്സിലായി അവൾ കരയുവാണെന്ന്. അവൻ പെട്ടെന്ന് അവളുടെ കൈ വിടിയിച്ചുകൊണ്ട് പെട്ടെന്ന് അവളെ മുമ്പിലേക്ക് നിർത്തി നെഞ്ചിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചു. അതറിഞ്ഞതും അവളും അവനിലേക്ക് ചേർന്ന് നിന്നു. അവിടെ വലിയൊരു മൗനം കൊണ്ട് രണ്ടുപേരും അവരുടെ പ്രണയം സങ്കടത്തോടെ അറിയിച്ചു. കുറച്ചു നേരം അവിടെ മൗനം തന്നെയായിരുന്നു. നീലി കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവൻ വിളിച്ചതും അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവനെ നോക്കി. നിന്നെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി നീലി. ഇന്ന് ഞാൻ കല്യാണത്തിന് വരാതെ വീട്ടിൽ തന്നെ ഇരുന്നതായിരുന്നു. പക്ഷേ എനിക്ക് നിന്റെ മുഖം ഓർത്തിട്ട് കഴിഞ്ഞില്ല നീലി. അവൻ സങ്കടത്തോടെ പറയുന്നതെല്ലാം കേട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ കേട്ടുകൊണ്ട് നിന്നു. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, നിന്നെ അവഗണിക്കുന്ന ഓരോ നിമിഷവും ഞാനും വേദനിക്കുമായിരുന്നു. നമ്മുടെ കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ എൻ്റെ നെഞ്ചിനുള്ളിൽ ആദിയായിരുന്നു. എൻ്റെ ഈ ജീവിതം രോഗം കൊണ്ട് നിന്റെ ജീവിതത്തിൽ പകുതിയിൽ വെച്ച് നിന്നെ വിട്ടു പോകുമോ എന്ന് ആലോചിച്ചിട്ട്. അതുകൊണ്ടാണ് ആദ്യമെല്ലാം നിന്നോട് അടുക്കാതിരുന്നത്. പക്ഷേ നിന്റെ ഈ കുട്ടിത്ത നിറഞ്ഞു നിൽക്കുന്ന ഈ മുഖം കാണുമ്പോൾ എനിക്കതിന് സാധിക്കുന്നില്ല. മറ്റുള്ളവരോടെല്ലാം ദേഷ്യപ്പെടുന്ന എനിക്ക് നിന്നോടൊന്ന് ദേഷ്യപ്പെടാൻ പോലും കഴിയുന്നില്ല നീലി. എനിക്കും നീ ഇല്ലാതെ കഴിയില്ല നീലി. നീ ഇല്ലാത്ത ജീവിതം ആലോചിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അത് കേട്ട് അവൻ്റെ നെഞ്ചിൽ നിന്നും അവൾ എണീറ്റു. ശ്രീയേട്ടാ, ഇനി എന്നെ ഇങ്ങനെ അകറ്റി നിർത്തരുതേ. ഇനി എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നമ്മുടെ സ്നേഹം കൊണ്ടും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും നമുക്ക് ഈ രോഗമെല്ലാം മാറ്റിയെടുക്കാം. അത് കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. നീ തന്നെയാണ് എൻ്റെ വലിയ ഭാഗ്യം നീലി. എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് പോലും നീ എൻ്റെ കൂടെ നിന്നു. ഇതിലും വലുത് എനിക്കെന്ത് വേണം? ശ്രീകാന്ത് അതും പറഞ്ഞ് വീണ്ടും അവളെ പുഞ്ചിരിയോടെ ചേർത്ത് പിടിച്ചു. അവളും സന്തോഷത്തോടെ ചേർന്ന് നിന്നു. രാവിലെ എന്തോ ശബ്ദം കേട്ട് ശ്രീകാന്ത് കണ്ണ് തുറക്കുമ്പോൾ അടുത്ത് നീലിയില്ലായിരുന്നു. ഇവൾ നേരത്തെ എണീറ്റ് പോയോ? അതും ആലോചിച്ച് അവൻ എണീക്കുമ്പോഴാണ് ബാത്റൂമിൽ നിന്നും വെള്ളം ചാടുന്ന ശബ്ദം കേൾക്കുന്നേ. അപ്പോഴേക്കും വീണ്ടും വാതിലിൽ മുട്ട് കേട്ടു.
അവൻ പോയി വാതിൽ തുറക്കുമ്പോൾ മുമ്പിൽ ശ്രീകാന്തിന്റെ അമ്മയായിരുന്നു. അവൻ എന്താ എന്ന പോലെ അവരെ നോക്കി. മോനെ, നീലിമോള് എണീറ്റില്ലേ? അമ്മയുടെ മുഖത്ത് ഒരു സങ്കടം നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. എന്താണ്, അവൾ എണീറ്റ് വരാത്തത് കൊണ്ട് എല്ലാവരും കൂടെ ചോദ്യം തുടങ്ങി കാണും അല്ലേ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. കുറെ നാട്ടു നടപ്പ് കൊണ്ട് ഇറങ്ങിക്കോളും. മോനെ, അതല്ല, അവർ പറയുമ്പോൾ മോൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ, അപ്പോൾ ഞാനൊന്ന്... അവരൊരു വേദനയോടെയാണത് പറഞ്ഞത്. അപ്പോഴേക്കും കുളിയും കഴിഞ്ഞ് ഒരു ധാവണി ഇട്ടുകൊണ്ട് അവൾ ഇറങ്ങി വന്നു. അവളെ കണ്ടതും ശ്രീ ഒന്നും മിണ്ടിയില്ല. അവളൊരു പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. മോള് കുളിച്ചോ? എന്നാ ഒന്ന് പൂജാമുറിയിലേക്ക് കയറി പ്രാർത്ഥിച്ചോ മോളെ. അവർ വലിയ സ്നേഹത്തോടെ പറഞ്ഞതും ശ്രീകാന്ത് കയ്യും കെട്ടി അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അത് കണ്ടതും അവൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പോയി. നീലി അത് നോക്കി നിന്നു. ശ്രീയേട്ട, എന്താ അമ്മയോട് നിങ്ങൾ സംസാരിക്കാത്തെ? ഇത്ര ഗൗരവം എന്തിനാണ് ആ അമ്മയോട്? നീലി അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ആംഗ്യം കാണിച്ചതും, അതൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് സമയം പോലെ പറഞ്ഞു തരാം. ഇപ്പോ ഈ തോർത്ത് കൊണ്ട് കെട്ടിവെച്ച മുടി ഒന്ന് സ്വതന്ത്രമാക്ക്. അവൻ പുഞ്ചിരിയോടെ അതും പറഞ്ഞ് അവളുടെ മുടിയിലെ തോർത്ത് മാറ്റി. എന്നിട്ട് അവളെ നേരെ കണ്ണാടിക്ക് മുമ്പിലേക്ക് നിർത്തി അവളുടെ തോളിലൂടെ കൈയിട്ട് നിന്നു. അത് കണ്ട് അവൾ കണ്ണാടിയിലൂടെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് തിരിച്ച് അവനും. എന്തോ ഒരു കുറവുണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോ. നീലി എന്താ എന്ന പോലെ അവനെ നോക്കിയതും അവൻ ഒരു പുഞ്ചിരിയോടെ മേശയിൽ നിന്നും സിന്ദൂരമെടുത്തു. അത് കണ്ടതും അവൾ സന്തോഷത്തോടെ അവനെ നോക്കി നിന്നു. അവൻ ഒരു പുഞ്ചിരിയോടെ സിന്ദൂരം അവൻ്റെ കയ്യിലേക്കെടുത്ത് അവളുടെ നെറുകയിലിട്ടു. അവളത് പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി. ഇതുപോലെ എന്നും ഇവിടെ ഞാൻ ചുമപ്പിക്കും. അവൾ ഒരു പുഞ്ചിരിയോടെ അവനെ കെട്ടിപ്പിടിച്ചു. ഇതെല്ലാം അവിടേക്ക് വന്ന അമ്മു കണ്ടിരുന്നു. അവൾ വാ തുറന്ന് നോക്കുന്നുണ്ട്. എന്നാ ഇനി ഞാനൊന്ന് കുളിക്കട്ടെ. അവൾ ഒരു പുഞ്ചിരിയോടെ തോർത്തെടുത്തു കൊടുത്തുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയതും വാതിലിൻ്റെ അവിടെ മറഞ്ഞു നിന്ന അമ്മു ഞെട്ടലോടെ അവിടെ നിന്നും പോയി. നീലിയൊന്ന് പൂജാമുറിയിലേക്ക് കയറി ദേവിക്ക് മുമ്പിൽ കൈ നീട്ടി. ദേവി, ഇന്ന് ഞാൻ എത്ര സന്തോഷവതിയാണെന്ന് നിനക്കറിയാലോ. ആ കല്യാണ വേഷത്തിൽ നിൽക്കുമ്പോൾ ഇനി ഒരിക്കലും വരില്ലെന്ന് വിചാരിച്ച നിമിഷം കടന്നു വന്നു കഴുത്തിൽ താലി ചാർത്തി. ഇന്നലെ ആ മനുഷ്യൻ്റെ ഉള്ളു തുറന്ന് സംസാരിച്ചു. പുറമേയുള്ള ദേഷ്യത്തിലും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ സ്നേഹം ഞാൻ ഇന്നലെ അറിഞ്ഞു. ഇന്നലെ പൂർണ്ണമായി ശ്രീകാന്തിൻ്റെ പാതിയായി. ഇതുപോലെ എന്നും എൻ്റെ കൂടെ കാണണം എന്ന പ്രാർത്ഥനയെ എനിക്കുള്ളൂ. നീയാണ് ഞങ്ങളെ ഒരുമിപ്പിച്ചത്. ആ നീ ഞങ്ങളെ പിരിക്കരുത്. അദ്ദേഹത്തിൻ്റെ രോഗമെല്ലാം പെട്ടെന്ന് തന്നെ സുഖമാക്കി നൽകണേ. സമാധാനത്തോടെ അവൾ പൂജാമുറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ അവിടെ കയ്യും കെട്ടി പുറത്ത് തന്നെ പരദൂഷണ സംഘം നിൽപ്പുണ്ട്. അവരെ കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. അന്തി ഉറക്കമെല്ലാം കഴിഞ്ഞ് എപ്പോഴാ തമ്പുരാട്ടി എണീറ്റത്? അമ്മായിയുടെ സംസാരം കേട്ടതും നീലി എന്താ എന്ന പോലെ അവരെ നോക്കി. കല്യാണം കഴിഞ്ഞു വന്നാൽ ഭർത്താവിൻ്റെ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അത് മോൾക്കറിയൂ? അവർ ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചതും അവൾ ഇല്ലെന്ന് തലയാട്ടി. എന്താ അവളുടെ ഒരു തലയാട്ടം? എന്താ ചേച്ചിമാരെ ഇത്? അവൾ ഇന്നലെ ഇങ്ങ് വന്നേ ഉള്ളൂ. അവൾ കൊച്ചു കുട്ടിയല്ലേ, അവൾക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തോളാം. പെട്ടെന്ന് ശ്രീയുടെ അമ്മ അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. നിന്നോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചോ? മിണ്ടാതെ നിന്നാ നിനക്ക് നല്ലത്. അമ്മായി വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കാം അവൾക്ക്. എന്നാ കേട്ടോ, കല്യാണം കഴിഞ്ഞ് വന്നാൽ നേരത്തെ എണീക്കണം, അടുക്കളയിൽ വരണം, അവിടെ ജോലി ചെയ്യണം. ഇതൊക്കെ പറഞ്ഞ് തന്നിട്ട് വേണോ? പിന്നെ നീ എന്താ കൊച്ചുകുട്ടിയാണോ ധാവണി എടുക്കാൻ? ആണോന്ന്? കല്യാണം കഴിഞ്ഞാൽ നീ സാരിയാണ് എടുക്കേണ്ടത്. ചെറിയമ്മ ദേഷ്യത്തോടെ അവളെ നോക്കി അതും പറഞ്ഞുകൊണ്ട് തിരിയുമ്പോൾ കാണുന്നത് കയ്യും കെട്ടി അവിടെ ചുമരോട് ചാരി നിൽക്കുന്ന ശ്രീകാന്തിനെയാണ്. അപ്പോഴേക്കും അവിടേക്ക് ശബ്ദം കേട്ട് കുട്ടനും സഞ്ജുവും അപ്പുവും അമ്മവും എല്ലാ കുട്ടിപ്പടകളും വന്നിട്ടുണ്ട്. ശ്രീകാന്തിനെ പെട്ടെന്ന് കണ്ടതും അവർ പെട്ടെന്ന് തിരിഞ്ഞു പോകാൻ നിന്നതും അവിടെ നിന്നേ, ഇനി ഞാനൊന്ന് പറയട്ടെ. അത് കേട്ടതും അവർ അതുപോലെ അവിടെ നിന്നു. തുടരും. അമ്മ എന്തുകൊണ്ടാണ് അവരെ പേടിക്കുന്നതെന്നും ചെറിയമ്മ എന്തുകൊണ്ട് അവളെ വെറുക്കുന്നുവെന്നും വരും പാർട്ടിൽ പറയാം. കൂടാതെ സ്റ്റോറി ലേറ്റായി തന്നതിന് സോറി. കുറച്ച് തിരക്കായതുകൊണ്ടാണ്. ആ തിരക്ക് പെട്ടെന്ന് മാറ്റി എന്നും സ്റ്റോറി തരാം. അപ്പോൾ അഭിപ്രായം പറയാൻ മറക്കല്ലേ.